ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച പാഠേതാ? പാഠം 7, വേടന്റെ ധർമ്മോപദേശം അല്ലേ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് അതിന്റെ പഠന പ്രവർത്തനങ്ങൾ പറയാനുണ്ട്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മെഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞിടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയെത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആഗതനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിനായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം കൗശികൻ തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇത് കണ്ട ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർത്തൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നു പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സാധി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്നുകണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നിറങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിക്ക് യാത്രയായി. മിഥിലയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിട്ടിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ആ ബ്രാഹ്മണനെ അകലിൽ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികൻ അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്തത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യം തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഒടുവിൽ ധർമ്മവ്യാധൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ്വ ഐശ്വര്യത്തിന് നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കണ്ട ദൈവങ്ങൾ. അതിനാൽ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിതപാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികന് ബോധ്യപ്പെട്ടു. അല്ലെ? എന്താണ് നമ്മുടെ കഥയിൽ പറഞ്ഞത്? കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവർത്തികൾ എന്തായിരിക്കണം? കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തായി? ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അല്ലെ? സന്തോഷം അനുഭവിക്കുന്ന ആളായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ജീവിത പാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുമെന്ന് കൗശികനെ ബോധ്യപ്പെട്ടു. അല്ലെ? അപ്പം ധർമ്മവ്യാധനിൽ നിന്ന് അദ്ദേഹം ഒരു പാഠം ഉൾക്കൊണ്ട് എന്ത്? കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവർത്തികൾ എന്തായിരിക്കണം? കളങ്കമില്ലാത്തതായിരിക്കണം. അല്ലെ? തെറ്റുകൂടാത്തതായിരിക്കണം. അല്ലെ? അപ്പൊ നിഷ്കളങ്കമായിരിക്കണം. അപ്പൊ അർത്ഥം നിങ്ങൾ എഴുതിയോ? എല്ലാവരും ജസ്റ്റിസിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ആതിരിയ, അല്ലേ? കുറച്ചുപേരെ അത് എഴുതിയിട്ടിട്ടുമില്ല. അപ്പൊ അർത്ഥം ഒന്ന് വായിക്കാം.
വായിക്കുന്ന സമയത്ത് നോക്കി കേട്ടോ. നോട്ടിൽ എഴുതിയവര് ജനപദം, ഗ്രാമം, ദേശം. ക്രുദ്ധനായി, ക്രുദ്ധനാവുക പറഞ്ഞ എന്താ? കോപിഷ്ഠനാവുക അല്ലെ, ദേഷ്യപ്പെടുക. തപോധനൻ, തപശക്തി ധനമായുള്ളവനാണ് ആര്? തപോധനൻ. ഗൃഹനായിക, കുടുംബനാഥ. അവഹേളനം, ആക്ഷേപം. സ്വാധി, സാധു സ്ത്രീ. വിക്രിയം, വിക്രയം എന്നാണ് വിൽപ്പന. നിഷിദ്ധം, ഉപേക്ഷിക്കത്തക്കത്. വ്യാധൻ, കാട്ടാളൻ, വേടൻ. പതിവ്രത, ഭർത്താവിൽ മാത്രം നിഷ്ഠയുള്ളവൾ. ഗ്രഹിക്കുക, മനസ്സിലാക്കുക. പര്യായ പദം എഴുതി അതും എഴുതണം. നോട്ടിലേക്ക് എല്ലാവരും എഴുതിയെടുക്കണം. വേടൻ, വ്യാധൻ, കാട്ടാളൻ, പുളിന്തൻ അല്ലേ. ബ്രാഹ്മണൻ, അന്തണൻ, വിപ്രൻ, ഭൂസുരൻ. നെക്സ്റ്റ് ഗൃഹം, വീട്, ഭവനം, നികേതനം, ആലയം. അങ്ങനെ കുറെ പറയാനുണ്ട്. നെക്സ്റ്റ് വിപരീത പദാണ് പണ്ഡിതൻ, പാമരൻ അല്ലെ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു അറിവുള്ളവൻ, പാമരൻ എന്ന് പറഞ്ഞാലോ അറിവില്ലാത്തവൻ. നെക്സ്റ്റ് ധർമ്മം, അധർമ്മം. ധർമ്മത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടെ അറിയാലോ, അധർമ്മം. ഒന്ന് ധർമ്മത്തിന് അധിഷ്ഠമായത്, മറ്റേ അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തോടെ അല്ലാത്തത് അല്ലെ. ഹിംസ, കൊല്ലുക. അഹിംസ, ഒന്നിനെയും കൊല്ലാതിരിക്കുക. സന്തുഷ്ടൻ, അസന്തുഷ്ടൻ. ഓക്കെ. നെക്സ്റ്റ് വാക്യത്തെ പ്രയോഗിക്കുകയാണ്. അടുത്തത് അനുഷ്ഠിക്കുക. എന്താ ഇതിൽ കൊടുത്തിട്ടുള്ളത്? അർപ്പണ മനോഭാവത്തോടെ സേവനം അനുഷ്ഠിക്കുക എന്നതാണ് ഓരോ അധ്യാപകന്റെയും കടമ അല്ലെ. വാക്യത്തെ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് അസന്തുഷ്ടനാണ് അല്ലെ. എന്താണ് നിങ്ങൾ പറയുക? അസന്തുഷ്ടൻ എങ്ങനെ നിങ്ങൾ വാക്യത്തെ പ്രയോഗിക്കും? ഓക്കെ, പറഞ്ഞു. സ്വന്തം പ്രവൃത്തികളിൽ കളങ്കമുണ്ടെങ്കിൽ അയാൾ അസന്തുഷ്ടനാവും. ഓക്കെ, കുഴപ്പമില്ല അല്ലെ. അസന്തുഷ്ടനാവും എന്ന് പറയാം, പ്രവൃത്തികളിൽ കളങ്കം അല്ലാത്തതാവുമ്പോ. ഓക്കെ, അപ്പോ കളങ്ക ഉള്ളതാവുമ്പോ അങ്ങനെയാണ്, കളങ്കമുള്ളതാവുമ്പോ. ഓക്കെ. അസന്തുഷ്ടൻ ഇപ്പം വേറെ എന്തെങ്കിലും നമുക്ക് സന്തോഷം ഇല്ലാതാവുക എന്നുള്ള അർത്ഥം വരുക. അപ്പൊ അല്ലെങ്കിൽ മത്സരം തോറ്റപ്പോൾ കോച്ച് അസന്തുഷ്ടനായിരുന്നോ, എന്തെങ്കിലും എഴുതാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്രുദ്ധനായി. ക്രുദ്ധനായി പറഞ്ഞാൽ എന്താ? ദേഷ്യം വന്നു അല്ലെ. എന്താ പറയുക? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ മറ്റേ ടിവിയിലൊക്കെ ഇത് കാണാറുണ്ട് നമ്മളല്ലേ, പാർട്ടിയിലെ ഇങ്ങനെ എന്തെല്ലോ സംസാരം കാണാൻ, ചർച്ച. അപ്പൊ അതില് ചോദ്യം ചോദിച്ചപ്പോൾ ആര്? പാർട്ടി നേതാക്കളൊക്കെ ക്രുദ്ധനാവും അല്ലെ. അങ്ങനെ എഴുതിയാലും മതി. ചോദ്യം ചോദിച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ക്രുദ്ധനായി മറുപടി പറഞ്ഞു അല്ലെ. ദേഷ്യമായിരിക്കും പരസ്പരം എപ്പോഴും ആ ചർച്ചയിൽ. ഇനി നെക്സ്റ്റ് സന്ധി പിരിച്ചെഴുതാം. ധർമാനുഷ്ഠാനം, ധർമ്മ പ്ലസ് അനുഷ്ഠാനം. അടുത്തെന്താ? അത് കംപ്ലീറ്റ് ചെയ്തേ ടെക്സ്റ്റില്. വൃക്ഷത്തണൽ. വൃക്ഷത്തണൽ എങ്ങനെയാ വരുക? എങ്ങനെയാ വരിക വൃക്ഷത്തണല്? വൃക്ഷ പ്ലസ് തണൽ. ഇത്താ വേണ്ട, തണൽ. അത് കംപ്ലീറ്റ് ചെയ്തോ. ഓക്കെ, വൃക്ഷത്തണൽ. വൃക്ഷ പ്ലസ് തണൽ. അടുത്തത് കോപാഗ്നി. കോപ പ്ലസ് അഗ്നി, കോപാഗ്നി. അടുത്തത് ഓക്കെ, സുഖ സമൃദ്ധി. സുഖ പ്ലസ് സമൃദ്ധി. സുഖം പ്ലസ് സമൃദ്ധി, സമൃദ്ധി. ഓക്കെ, അപ്പൊ ധർമാനുഷ്ഠാനം അല്ലെ, വൃക്ഷത്തണൽ, കോപാഗ്നി, സുഖസമൃദ്ധി അല്ലെ. അത്രയും നിങ്ങൾ നോട്ടിലേക്ക് എടുത്തെഴുതണം. കോപാഗ്നി, ഓക്കെ. അത് കഴിഞ്ഞാല് കഴിഞ്ഞോ? ടെക്സ്റ്റ് എല്ലാവരും എഴുതിയോ? അത് കഴിഞ്ഞ അടുത്ത എന്താ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ആരാ വായിക്കുന്നേ? ഷാനിഫ ഒന്ന് വായിച്ചു. ഷാനിഫേ, ക്വസ്റ്റ്യൻ നമ്പർ 1. അല്ല, ഷാനിഫ് ആരാ? ആരാ ഇപ്പം പറഞ്ഞേ? ഹെവൻ ആണോ? ആ, ഹെവൻ വായിച്ചു. ഹെവൻ. വെള്ളിൽ പക്ഷി ചാമ്പലായത് എങ്ങനെ? ഓക്കെ, വെള്ളിൽ ചാമ്പലായത് എങ്ങനെ?
വെള്ളിൽ പക്ഷി ചാമ്പലായത് എങ്ങനെ? എങ്ങനെയാണ് ചാമ്പലായത്? അടുത്ത ചോദിക്കാം. ജോയൽ വെള്ളിൽ പക്ഷി ചാമ്പലായത് എങ്ങനെ? എങ്ങനെയാണ്? ജോയലിന് ആൻസർ കിട്ടുന്നില്ല. അതിന്റെ എത്ര പേർക്ക് അതിന്റെ ആൻസർ അറിയാം? ഒന്ന് ഹെവനെ അറിയാം. പിന്നെ ആരൊക്കെ അറിയാം? ജസ്റ്റിസിന് അറിയാം. നെക്സ്റ്റ് ആർക്കറിയാം? ഹലീമക്ക് അറിയാം. നിജാദെ നിജാദിനൊന്നും കേൾക്കുന്ന നിജാദിനെ കേൾക്കുന്നില്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്താൽ, കേൾക്കുമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യും. പക്ഷെ ഇവിടെ തന്നെ ആയിരിക്കണം ശ്രദ്ധ. ശ്രീവിഷ്ണുവിന്റെ അഡ്മിറ്റ് ഓഡിയോ ശ്രീവിഷ്ണു ക്ലിയർ ഇല്ലേ? ശ്രീവിഷ്ണു, അപ്പൊ എന്താണ് വെള്ളിൽ പക്ഷി ചാമ്പലായത് എങ്ങനെ? ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ചു ചാമ്പലായി താഴെ വീണു. ഓക്കെ, തബോധന. അതിന് മുമ്പേ നമുക്കൊരു ആൻസർ എഴുതുമ്പോ ഒരു കംപ്ലീറ്റ് ആയിരിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? പെട്ടെന്നൊരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിനിൽ പറന്നു വന്ന് ഇരുന്നതും. അപ്പൊ ആരെ അവിടെ അതിനു മുമ്പേ നമ്മൾ എന്ത് പറയണം? ഒരു വൃക്ഷത്തണലില് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്ന കൗശികൻ എന്ത് ചെയ്യുന്നു? ആ സമയത്താണ് എന്ത് വെള്ളിൽ പക്ഷി തലയിൽ കാഷ്ടിച്ചത് അല്ലെ? കാഷ്ടം മഹർഷിയുടെ തലയിൽ വന്നു വീണു. കൗശികന് ദേഷ്യം വന്നപ്പോ എന്ത് ചെയ്തു? അദ്ദേഹം പക്ഷിയെ നോക്കി നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ശ്രീവിഷ്ണു ഒന്ന് വായിച്ചേ. ശ്രീവിഷ്ണു കൗശികൻ ഭിക്ഷ തേടി ഇറങ്ങിയതെന്തിന്? ഞാൻ വായിക്കട്ടെ. കൗശികൻ ഭിക്ഷ തേടി ഇറങ്ങിയതെന്തിന്? എന്തിനാ? ആർക്കൊക്കെ അറിയാം ആൻസർ? അത് കൗശികന് ഭക്ഷണം കിട്ടണ ഭിക്ഷ തരണം, വരുമാനം ഒന്നുമില്ലല്ലോ. ഓക്കെ, അതിനെക്കാണി ഒരു കാര്യത്തിലുണ്ടല്ലോ പറയുന്നത്. എന്താ ജസ്റ്റിസ്? തന്റെ കോപാഗ്നിയിൽ അടങ്ങി വീണു അല്ലേ? അത് കൗശികൻ എന്തായി? ദുഃഖിച്ചു. ഈ ദുഃഖം കൊണ്ടാണ് അദ്ദേഹം അന്ന് ഭിക്ഷ തേടാൻ ഇറങ്ങിയത് അല്ലേ? ഞാനും അതന്നെ പറഞ്ഞു. ഓക്കെ, ഹെവൻ പറഞ്ഞ ഞാൻ കേട്ടു. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ അശ്വിന് പേരുണ്ടാവൂല. അശ്വിന് ഞാൻ വിളിക്കുമ്പോഴേക്കെ അശ്വിൻ പോയോ? ധർമ്മവ്യാധന്റെ അശ്വിൻ, ഞാൻ അശ്വിനോട് വായിക്കാൻ പറഞ്ഞു. ധർമ്മവ്യാധന്റെ ഐശ്വര്യത്തിന്റെ രണ്ടാമത്തെ നിദാനം എന്ത് അല്ലേ ശ്രീവിഷ്ണു? ധർമ്മവ്യാധന്റെ ഐശ്വര്യത്തിന്റെ നിദാനം എന്ത്? എന്തായിരുന്നു ധർമ്മവ്യാധന്റെ ഐശ്വര്യത്തിന്റെ നിദാനം? മാതാപിതാക്കളുടെ അനുഗ്രഹം. ഓക്കെ, മാതാപിതാക്കളുടെ അനുഗ്രഹമായിരുന്നു അല്ലെ? ഓക്കെ, പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുന്ന മാതാപിതാക്കളുടെ അനുഗ്രഹമായിരുന്നു ധർമ്മവ്യാധന്റെ ഐശ്വര്യത്തിന്റെ നിദാനം. നെക്സ്റ്റ് ഫോർത്ത് എന്താ? നാലാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് വായിച്ചേ. നിന്നും മനസ്സിലാക്കിയ പാഠമെന്ത്? മനസ്സിലാക്കിയ പാഠമെന്ത്? സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ആ വ്യാധന്റെ തന്റെ മനസ്സിൽ ശാന്തി സമാധാനം കൈവരും എന്ന് കൗശികന് ബോധ്യപ്പെട്ടു. അപ്പൊ എന്താണ് കൗശികൻ മനസ്സിലാക്കിയ പാഠം? കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതാണ്. പിന്നെന്താ വേണ്ടത്? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അയാള് സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരണമെങ്കിൽ എന്ത് ചെയ്യണം?
സന്തുഷ്ടിയുള്ള ഒരു ജീവിതപാത സന്തുഷ്ടിയുള്ള ഒരു ജീവിതപാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുമെന്ന് കൗശികന് ബോധ്യപ്പെട്ടു അല്ലെ. അതാണ് ധർമ്മവേദനിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ പാഠം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇപ്പോ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു മുമ്പായിട്ട് പാഠം 7. ഓക്കെ, പാഠം 7 എന്നിട്ട് എന്ത് എഴുതണം, വേടന്റെ ധർമ്മോപദേശം എഴുതി. അതുവരെ നോട്ട് കംപ്ലീറ്റ് ആണല്ലോ എല്ലാവർക്കും. അപ്പൊ അർത്ഥം എഴുതി, പര്യായപദം എഴുതണം, വിപരീത പദങ്ങളും എഴുതണം. എന്നിട്ട് അതിന് ശേഷം മിസ് തരുന്ന രണ്ടാമത്തെ ചോദ്യത്തിന് മനസ്സിലായില്ല. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസറോ? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കൗശികൻ ഭിക്ഷ തേടി ഇറങ്ങിയത് എന്തിനാണ് ചോദ്യം അല്ലെ. ഭിക്ഷ തേടുന്നത് ചിലപ്പം ഇതിന് തന്നെയായിരിക്കും, മോൻ പറഞ്ഞ ഉത്തരാണ്. പക്ഷെ കൗശികൻ ഭിക്ഷ തേടിയത് ഇതിലെന്താ പറയുന്നത്, തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടി ഇറങ്ങിയത് അല്ലെ. ആ സങ്കടം കൊണ്ട് അത് മാറ്റാനായിരിക്കും അയാൾ ഭിക്ഷ തേടി ഇറങ്ങിയത്. ഓക്കെ, അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ജസ്റ്റ് സംശയം കൂടെ ഉണ്ട്. പറഞ്ഞു. ഇവിടെ സ്വാതി വേടനുണ്ടെന്ന് കൗശികനോട് അഭിപ്രായപ്പെട്ടില്ലേ? അപ്പൊ ഈ അഭിപ്രായപ്പെടുമ്പോ പറഞ്ഞില്ലേ മാംസ വിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്ന്. അന്നേരം തന്നെ ഈ കൗശികൻ ഞെട്ടാഞ്ഞ ഇത് കണ്ടപ്പോ എന്താ ഞെട്ടിയേ? അല്ല, ആദ്യം തന്നെ സാധു സ്ത്രീ പറയുന്നുണ്ട് എന്ത്, കൗശികനെ കാണുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾ ആ വെള്ളി പക്ഷി എന്താ പറഞ്ഞത്, ഇതവിടെ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം എന്താണ്, ഭർത്തൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിതത്തിൽ ഞങ്ങൾ കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിടുന്ന വെള്ളിപ്പക്ഷികളെ ഞാൻ എങ്ങനെയാ സ്ത്രീ പറഞ്ഞത്, സ്ത്രീ എങ്ങനെയാ കണ്ടുപിടിച്ചത്? അതല്ലേ, ആ സ്ത്രീക്ക് എന്തെങ്കിലും കഴിവില്ലവരായിരിക്കും. അതായിരുന്നു ധർമ്മവേദന അടുത്ത് പോവാൻ നിർദ്ദേശിക്കുന്നതും അല്ലെ. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത വരിയില് വേടനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏത് മാംസ വിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്ന് പറഞ്ഞില്ലേ? അന്നേരം അദ്ദേഹം മഹാജ്ഞാനിയാന്ന് പറഞ്ഞില്ലേ? അന്നേരം വന്നെ ഈ കൗശികൻ ഞെട്ടാഞ്ഞെ കണ്ടപ്പോ പെട്ടെന്ന് ഞെട്ടില്ല വന്നേ. കണ്ടപ്പോ എന്താ ഞെട്ടാഞ്ഞാ? ആ പുള്ളിക്കാരത്തി ആദ്യം പറയുമ്പം മാംസ വിക്രയം ചെയ്യുന്നത് പറയുന്നുണ്ടല്ലോ. അന്നേരം തന്നെ പുള്ളിക്കാരനൊന്നും ഞെട്ടാതിരുന്നേ. ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാ അതിൽ പറയാതിരുന്നേനാ? അതെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സാധു സ്ത്രീന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്ന് പോയിന്നല്ലേ. അത് അവിടെയും പറഞ്ഞില്ലല്ലോ നാം ചോദിക്കുന്നേ. അങ്ങനെയാണോ ജസ്റ്റിസ് ചോദിക്കുന്നതിനോട്? മനസ്സിലായില്ലോ? ഒന്നുകൂടി പറഞ്ഞേ. ഈ ധീരദേശാഭിമാനികളുടെ ഒക്കെ കഥകള് പഠിക്കാനുണ്ടാവും അല്ലെ. അപ്പൊ അതെന്താണ്, അത് ഒറിജിനൽ ആയിരിക്കും. അതെന്തിനാ നിങ്ങൾക്ക് തരുന്നത്? ഇപ്പൊ ഗാന്ധിജീനെ പറ്റിയും സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയും ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? അവരുടെ ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ വളർന്നു വരുന്ന തലമുറ എന്ത് ചെയ്യണം? അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലേ. അതിനു വേണ്ടിയാണ്. ഇതിലത്തെ നല്ല പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടാ മതി കേട്ടോ. ഓക്കെ, പക്ഷെ നല്ലതാണ് ഡൗട്ട് ഉണ്ടാവുന്നത് കേട്ടോ ജസ്റ്റിസേ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പാഠത്തിൽ കൂടി. ഒറിജിനൽ സംഭവിച്ച കഥയാവണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു തരുന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അത് ഉൾക്കൊണ്ട് പഠിക്കണം അല്ലെ. നമുക്ക് പഴയ ചെറിയ ക്ലാസ്സിൽ ഇപ്പം സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ധീര സാഹസിക കഥകളെല്ലാം കേട്ട് നമ്മൾ എന്ത് ചെയ്യും, രാഷ്ട്രത്തിനെല്ലാം സ്നേഹിച്ച് മുന്നോട്ട് പോകണം. അത്രയാണ്, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം ആ ഒരു ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ കഥയല്ലേ. അങ്ങനെ ഇപ്പം ചെറിയ ക്ലാസ്സിൽ മയിൽപീലി കണ്ണുകൾ എന്നൊരു കഥയുണ്ട്. എന്ത്, മയിലിന് എങ്ങനെയാണ് പീലികൾ വന്നത്? അപ്പൊ എന്താണ് അതിൽ പറയുന്നത് അറിയോ? ഒരു ആർഗസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ജൂണോ എന്ന ദേവിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ
പാഠം 8 ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. വാക്യത്തിൽ പ്രയോഗിക്കാൻ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് വേണം. അത് മിസ് എഴുതി തരാം, എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ റെഡിയാക്കി, നോട്ട് സെൻഡ് ചെയ്യേ വേണ്ടു. ഓക്കെ, അപ്പോ അടുത്ത പാഠം നമുക്ക് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം എന്നാണ് പാഠത്തിന്റെ പേര്. ഒരു വടക്കം പാട്ടാണ്. അപ്പൊ മിസ് പാട്ട് കേൾപ്പിച്ചിട്ട് തരാം നിങ്ങൾക്ക്, വടക്കം പാട്ടുകളെല്ലാം. ഓക്കെ, കേൾപ്പിച്ച് തരാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ശരിക്കും എടുക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ തുടങ്ങിയാല് ആകെ 5 മിനിറ്റേ ഉള്ളൂ, അപ്പൊ സുഖം ഉണ്ടാവില്ല. വടക്കൻ ഉണ്ണിയാർച്ചനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ണിയാർച്ചനെ പറ്റി. പക്ഷെ ഉണ്ണിയാർച്ചനെ നമ്മളെ വടക്കൻ പാട്ടുള്ള പണ്ടേ ജീവിച്ചിരിക്കുന്ന അങ്ങനെ പറയപ്പെടുന്ന ആളാണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ണിയാർച്ചനെ പറ്റി? കണ്ടിട്ടുണ്ടല്ലോ സിനിമ. വടക്കം പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെ അല്ലേ? അപ്പൊ ഉണ്ണിയാർച്ച അങ്ങനെയുള്ള ഒരാളാണ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സില് അതിന്റെ പാട്ടൊക്കെ കേട്ട് നല്ല വൃത്തിയില് അത് പഠിക്കാം അല്ലേ? എന്താണ് ഈ ഉണ്ണിയാർച്ച ശരിക്കും ഉണ്ടായിനാ? ഉണ്ണിയാർച്ചയാ? ഉണ്ണിയാർച്ച ശരിക്ക് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ആരോമൽ ചേകോർ എന്നെല്ലാം മറ്റു കേട്ടിട്ടുണ്ടോ നിങ്ങള്? വടക്കം പാട്ടുകൾ നിറഞ്ഞു നിന്ന ഒരു സജീവ സാന്നിധ്യമാണ് ആര്? സാഹസിക പരിധിയാണ് അല്ലേ? അപ്പൊ ഉണ്ണിയാർച്ചനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സില് നല്ല രീതിയിൽ പഠിക്കാം അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ഇപ്പൊ ഇനി ഒരു 3 മിനിറ്റേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്ക്, ശ്രദ്ധിക്ക്. കണ്ണാടി നോക്കി തിലകം തൊട്ടു പിലിത്തിരുമുടി കെട്ടിവെച്ചു അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ടേ മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചേ പച്ചോലപ്പട്ടും ചുളിയും തീർത്തേ പൂകുലഞ്ഞൊറി വെച്ചുടുക്കുന്നുണ്ടേ പൊൻതോടയിട്ടു ചമയുന്നുണ്ടേ കൂട്ടം പാടി പച്ച പൊന്നാരഞ്ഞാൻ മീതയഴകിന്നു ചുറ്റുന്നുണ്ടേ ഏഴു നിറമുള്ള പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ കഴുത്തില തന്നെയും ചേർത്തണച്ചു രാമായണം കൊത്തിയ 2 വള എല്ലാമേ എട്ടും അണിയുന്നുണ്ടേ പൊന്മുടി തന്നെയും ചൂടുന്നുണ്ടേ കൈവിരൽ കഞ്ചിയും പൊന്മോതിരം ചേർച്ചയോടങ്ങോ അണിയുന്നുണ്ടേ
കേട്ടോ. കുറെ വരികളുണ്ട് ഇനിയും. നമുക്ക് പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടായിരുന്നോ വായിച്ചതില്? ആരെങ്കിലും ടെക്സ്റ്റ് നോക്കുന്നുണ്ടായിരുന്നോ പാട്ട് കേൾക്കുമ്പം? അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആണത്. ഏത്? ഒന്നുണ്ടായത് കൈവിരൽ കാറിനെന്നാണുള്ളത് നമ്മുടെ ലൈനില് അല്ലേ? ടെക്സ്റ്റില് കൈവിരൽ കഞ്ചിനെന്നാണ് ഇപ്പൊ പാടിയത് ഇവിടെ. അപ്പൊ കൈവിരൽ കഞ്ചിനും പൊന്മോതിരം എന്നാണ് ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. കേൾക്കുന്നുണ്ടായിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായി പഠിക്കാം. അപ്പൊ എല്ലാവരോടും ബൈ. ഓക്കെ, ബൈ.